ശ്രീജിത്ത്, എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം എങ്ങനെയായിരിക്കും? ഇപ്പോൾ സലാം സാറ് പറഞ്ഞ പോലെ ഇവരെയൊക്കെ മെരുക്കിയെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്യമത്തിന് ചാൻസലർ ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അല്ലേ? നമ്മൾ വീണ്ടും അവിടെ ആലോചിച്ച് നോക്കേണ്ടത്, ശ്രീ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിൽ ഗവർണറായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പിന്നീട് അദ്ദേഹം പല ഘട്ടങ്ങളിലും ആവർത്തിച്ച ആ സ്റ്റേറ്റ്മെൻറ്റാണ്, ഐ വിൽ നോട്ട് കോൺഫ്രണ്ട് ബട്ട് ഐ വിൽ നോട്ട് കോംപ്രമൈസ് ഈദർ എന്നാണ്. അപ്പോൾ അദ്ദേഹം അതേ നിലപാട് തന്നെ എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. തൻ്റെ പൊസിഷൻ എന്താണോ അതിലൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, പക്ഷെ ആരെയും കോൺഫ്രണ്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല. എന്തെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു സ്റ്റേൺ ആയിട്ടുള്ള നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന രീതിയിലാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതുവരെ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഒരു വിശദീകരണം ചോദിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചേക്കാം. പക്ഷെ നമ്മളിവിടെ ആലോചിച്ച് നോക്കേണ്ടത്, ഇപ്പം ശ്രീ അനിൽ ചോദിച്ചതുപോലെ മെരുക്കാൻ നമുക്ക് ശ്രമിക്കാം, പക്ഷേ മെരുങ്ങണമെങ്കിൽ അവർ കൂടി വിചാരിക്കണം. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പോഴാണ് ഇവരുടെ കളർ എന്താണ് എന്ന് നമ്മൾ നോക്കുന്നത്. പൊളിറ്റിക്കൽ കളറാണ്, പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഒരു സർവകലാശാല എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യയനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെടേണ്ടത് എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ നാട്ടിൽ പൊതുവെ സർവകലാശാലകളെല്ലാം തന്നെ അറിയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളുടെ പേരിലാണ്. ഒന്ന്, കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ, അത് അപ്പോയിന്റ്മെന്റ് മുതൽ പിന്നീട് എല്ലാ കാര്യങ്ങളിലേക്കും വരുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടേതാണെങ്കിലും അവരുടെ കുട്ടി പ്രസ്ഥാനങ്ങളുടെ ആണെങ്കിലും നെറുകെട്ട രാഷ്ട്രീയ ഇടപെടലുകളുടെ പേരിൽ. രണ്ടാമത്തേത്, കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിലാണ്. ഇപ്പം അടുത്ത കുറച്ച് നാളുകളായിട്ട് ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയും. ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആദ്യത്തെ ഡിനയൽ മോഡിന് ശേഷം ഇപ്പോൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബ്രെയിൻ ഡ്രെയിൻ എങ്ങനെ തടയാം എന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന പല സർക്കാർ മീറ്റിങ്ങുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ വെച്ച് ഈ നടത്തുന്ന നാറിയ രാഷ്ട്രീയം, അതിൻ്റെ ഇടപെടലുകൾ, അത് ഇവിടുത്തെ ബ്രെയിൻ ഡ്രെയിനിന് ഒരു കാരണമാണ് എന്നും ഇതുകൊണ്ട് ഞങ്ങളുടെ ഭാവി സെക്യൂർ ആകുന്നില്ല എന്നതിനെക്കുറിച്ച് കൂടി ഇവിടെയുള്ള ആൾക്കാർ മനസ്സിലാക്കിയിട്ടാണ് ഈ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ഇവിടെ ഈ സർവകലാശാലകളിൽ നിന്നൊക്കെ തന്നെ കുട്ടികളെ മാറ്റുന്നത്, അങ്ങോട്ട് അയക്കാത്തത് എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാലത്ത് ഇവർ സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ കേവല സ്വാർത്ഥത, രാഷ്ട്രീയം, ഇതൊക്കെ മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഈ ശുദ്ധികലശം നടത്തി അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ പുറത്താക്കുകയാണ് എങ്കിൽ പിന്നെ ബാക്കി ആരൊക്കെ അതിനകത്ത് അവശേഷിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ ഇതൊരു കേവലം ഒരു രജിസ്ട്രാർ, ഇപ്പം നേരത്തെ ഇതിൽ പറഞ്ഞതിനോട് ഞാൻ 100% ഈ ചർച്ചയിൽ പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിക്കുകയാണ്. ആ രജിസ്ട്രാർ അവിടെ സസ്പെൻഡ് ചെയ്യപ്പെടുകയല്ല, ഡിസ്മിസ് ചെയ്യപ്പെടുകയാണ്. കാരണം തൻ്റെ ചുമതല എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അദ്ദേഹത്തിൻ്റെ ചുമതല എന്താണ് എന്ന് അറിയാത്തയാളൊന്നുമല്ല. അവിടെ അദ്ദേഹം തടയാൻ പോകുന്നത് ചാൻസലറുടെ ഒരു പരിപാടിയാണ് എന്നതിനെക്കുറിച്ചും ചാൻസലർ ഗവർണർ തന്നെയാണ് എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. എങ്കിലും അങ്ങനെ ഒരുപക്ഷെ വലിയ വിവാദമായേക്കാവുന്ന ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഒരു തീരുമാനത്തിന് ഒരു കൺകറൻസിന് വേണ്ടിയിട്ട് VC-യോട് ചോദിക്കാം എന്നുള്ള ഒരു ഓപ്ഷനെ പോലും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എന്താണ്? ഒന്നുകിൽ തീരെ ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു തീരുമാനം എന്നേ പറയാൻ കഴിയൂ. അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല, അതിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കാനും കഴിയില്ല. മറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം കേവലം അന്ന് ഒരു ദിവസം ഉണ്ടാകുന്ന സെനറ്റ് ഹാളിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, അത് ഇടതുപക്ഷത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ്റെ ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ് അവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. അതല്ലാതെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ രജിസ്ട്രാർ ലൂയി 14 സ്വയം ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സർവകലാശാലകളിൽ ഇങ്ങനെയുള്ള വളരെ മലിനമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കലർത്തി ഇല്ലാത്ത അമിതാധികാര പ്രവണത ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ തിരിച്ചറിഞ്ഞ് പുറത്താക്കണം. അങ്ങനെ പുറത്താക്കുന്ന ആൾക്കാരിൽ രജിസ്ട്രാർ മാത്രമല്ല ഉണ്ടാകേണ്ടത്, സത്യം പറഞ്ഞാൽ ഈ സിൻഡിക്കേറ്റുമാണ്. ഒന്നാലോചിച്ച് നോക്കാം, സിൻഡിക്കേറ്റിന് അധികാരമുള്ളത് എപ്പോഴാണ്? വൈൽ ദ സിൻഡിക്കേറ്റ് ഈസ് ഇൻ സെഷൻ എന്ന് പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എപ്പോഴാണത് സെഷനിലായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ 4 ആൾ കൂടി തീരുമാനിച്ചു കഴിഞ്ഞ ഒരു മീറ്റിംഗ് അങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ സെഷൻ എന്ന് അവരാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക. ഞാൻ പറഞ്ഞത് ഒരു ഉന്നതാധികാര സ്ഥാപനം, ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉന്നതാധികാര സമിതിയായിട്ട് ഇരിക്കാനുള്ള അവകാശം അവർക്കുണ്ടോ? അവർക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പല ആൾക്കാരുടെ കേസ് കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗവുമായി കാര്യമായ രീതിയിലുള്ള ബന്ധമുള്ള ആൾക്കാരെ വെക്കുകയാണ് തത്വത്തിൽ ഈ പൊസിഷനുകളിലൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ അവിടെയെല്ലാം നമുക്ക് പൊളിറ്റിക്കൽ അപ്പോയിന്റീസിനെ കണ്ടെത്തി അവർക്ക് കുറച്ചു കാലം ഇരിക്കാനുള്ള ഒരു കസേര എന്ന രീതിയിലേക്ക് കൊടുക്കുമ്പോഴാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് മണ്ടത്തരത്തിന്റെ ക്യാപ്സൂളുകൾ വിളമ്പുന്ന ആൾക്കാർ പിന്നെ ശിശുക്ഷേമ സമിതിയിൽ ഒരു ദിവസം ഇരിക്കുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ സമയത്തേക്ക് പിന്നീട് പോയിട്ട് ബാക്കിയുള്ള ശിശുക്കളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സിൻഡിക്കേറ്റിലും ഒക്കെ പോയിരിക്കുന്ന രീതി നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ
നിങ്ങളുടെ തറവാട്ട് സ്വത്തായിട്ട് നിങ്ങൾ കരുതുകയും പ്രവർത്തിക്കേണ്ടുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളല്ല. കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന, പ്രയോഗിക്കേണ്ടുന്ന ബോഡികളും ഉത്തരവാദിത്വമാണ് ഇതിനെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അവിടെയെല്ലാം നമ്മുടെ ആൾക്കാരെ തള്ളിക്കയറ്റുക എന്നുള്ള ഒരു രീതിയുണ്ട്. അത് കേവലം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായിട്ടോ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല. നമുക്ക് ഓർക്കുന്നുണ്ടാകും, സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സംഘടനയിലെ ഇടത് സ്വഭാവം നിലനിർത്തുന്നത് അത്യാവശ്യമാണെന്നും പറഞ്ഞുകൊണ്ട് സംവിധായകൻ കമലിന്റെയോ മറ്റോ ഒരു കത്ത് പണ്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഒരു ബോഡിക്ക് ഒരു ഇടത് സ്വഭാവം ഉണ്ടായിരിക്കണമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ കാവ്യവൽക്കരണം എന്ന ഒരു ഭാഗത്ത് ആരോപിക്കുന്ന സമയത്ത് മറ്റേത് എന്താണ് തത്തുല്യമായിട്ട് ആരോപിക്കപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻ സ്ട്രീം ആണ് എന്നുള്ളത് കൊണ്ടാണ്. എതിർക്കുന്ന ആൾക്കാർ പോലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇത് മെയിൻ സ്ട്രീം ആണ് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ആ ധാരണയാണ് പൊളിച്ചെഴുതേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ അമിതാധികാര പ്രവണതയുള്ള, ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്ന, തങ്ങളുടെ അധികാരം എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധ്യവും അവരുടെ പ്രവൃത്തിയിൽ കാണിക്കാത്ത മണ്ട ശിരോമണികളായിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളോ പദവികളോ അല്ല സർവകലാശാലകളെന്നും അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു തിരിച്ചറിവ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഷോ ദം ദെയർ പ്ലേസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു തീരുമാനം ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. അത് മയത്തിലാണെങ്കിലും കണിശമായിട്ടാണെങ്കിലും അത് ഉണ്ടാകേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള ഒരു തീരുമാനം ഇവിടെ നടത്താനായിട്ട് പ്രതിരോധത്തിന്റെ ഒരേ ഒരു ആള് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ പ്രിഡോമിനന്റ്ലി അധികാര ഡോമിനേറ്റഡ് ആണ്. അവിടെ നിലവിൽ ഭരിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇത്തരം ബോഡികളെ എല്ലാം തന്നെ സ്വാധീനിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട്. അത് നടക്കാത്ത ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് VC അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ഗ്രൂപ്പ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതിലാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അതിന് ബദലുമായിട്ട് ഒരു സർവകലാശാല ഭേദഗതി നിയമം കൊണ്ടുവന്നതിന് ശേഷം അതിന് അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് അപ്രൂവ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളുടെ നിയമസഭയെ അതിൻ്റെ അധികാരത്തിനെയൊക്കെ തന്നെ ഇവിടെ അവഹേളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഷോ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണോ തുടങ്ങി വെച്ചത് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് രാജേന്ദ്ര ആർലേക്കർക്ക് കഴിഞ്ഞാൽ അത് കേവലം ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള മേഖല എത്രത്തോളം പാവനമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് എന്ന് ചിന്തയുള്ള പൊതുസമൂഹത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലായാലും, സോഫ്റ്റ് ആയിട്ടാണെങ്കിലും ഹാർഡായിട്ടാണെങ്കിലും അദ്ദേഹം ഇവരെ അവരുടെ സ്ഥാനം കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ SFIക്കാരും പറയുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു കുറച്ചുകൂടി ഭേദം, അദ്ദേഹം തന്നെ തുടർന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല കേട്ടോ. അത് നമ്മൾ ഇത്തിരി രാഷ്ട്രീയം പറയാം. നമ്മൾ ഈ 1998 അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന സമയത്ത് ഒന്നാലോചിച്ച് നോക്കൂ. ആ സമയത്ത് വാജ്പേയി ആൾക്കാർക്ക്, ഈ എതിർക്കുന്ന ആൾക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് നരേന്ദ്രമോദി വന്നു. നരേന്ദ്രമോദി കുറെ തീരുമാനങ്ങൾ കുറച്ചുകൂടി കാർക്കശ്യത്തോടു കൂടി നടപ്പാക്കിയ സമയത്ത് ഇതേ കാര്യം ഇവരെല്ലാം പറഞ്ഞു, വാജ്പേയി എത്ര ഭേദമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി നാളെ ഒരു കാലത്ത് യോഗി ആദിത്യനാഥാണ് BJPയുടെ പ്രൊജക്റ്റഡ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് എങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ UP മുഖ്യമന്ത്രി എന്ന രീതിയിലത്തേക്കുള്ള ഇടപെടലുകൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നാളെ ഒരു കാലത്ത് നോക്കിക്കോളൂ, ഇതേപോലെ ചർച്ചകളിലൊക്കെ ഇവരുടെ പ്രതിനിധികൾ വന്നിരുന്നിട്ട് പറയും നരേന്ദ്രമോദി ആയിരുന്നു ഭേദമെന്ന്. അതപ്പോൾ ഇവർക്ക് ഈ എല്ലാ മേഖലകളിലും ഉള്ളതാണ്. ഇതൊക്കെ ഒരു സാധാരണ നമ്മൾ കാണുന്ന ക്യാപ്സൂളാണ്. 101 എന്ന കണക്കിൽ അവരെല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ക്യാപ്സൂളുകളാണ്. അത്രയ്ക്കുള്ള പ്രാധാന്യം മാത്രമേ അങ്ങനെയുള്ള കമ്പാരിസൺസിന് കൊടുക്കാവൂ എന്നാണ് ഞാൻ കരുതുന്നത്.